നിരവധി വ്യവസായങ്ങൾ ഉണ്ടായിരുന്ന നമ്മുടെ കേരളത്തിൽ കൊടികുത്തിയും സമരം ചെയ്തുമൊക്കെ പൂട്ടിച്ച നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവയിലൊന്നാണ് കോഴിക്കോട് മാവൂരിലെ ഗോളിയോ റയോൺസ് എന്ന അതിമനോഹരമായ ഈ സ്ഥാപനം. ഇവിടെ 1000-ഓളം ജോലിക്കാർ നേരത്തെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് ഗൾഫ് നാടുകളിൽ ലഭിക്കുന്ന ശമ്പളത്തിന് തുല്യമായ ശമ്പളമാണ് ഇവിടേക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ സമരം ചെയ്ത് പൂട്ടിച്ച് ഒരു പരുവത്തിലാക്കി. അതിൻ്റെ ദയനീയമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. കൊടികുത്തിയും സമരവുമൊക്കെ ചെയ്ത് നിരവധി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയെങ്കിലും അതിൽ നിന്നൊക്കെ ഒരുപാട് നേതാക്കന്മാർ ഉയർന്നു വന്നു. അവർ ഭാവിയിൽ മന്ത്രിമാരായി, MP-മാരായി, രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത സ്ഥാനത്തെ ഉന്നത നേതാക്കന്മാരായി മാറി. പക്ഷേ നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം. സാധാരണക്കാർ ജോലി ചെയ്ത് നല്ല രീതിയിൽ ശമ്പളം വാങ്ങി അവനവൻ്റെ കുടുംബവുമൊത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ കാണുന്ന ഈ കാഴ്ചകൾ. നിങ്ങളിപ്പോൾ ഈ പ്രദേശത്തുകാരനാണല്ലോ അല്ലേ? മാവൂരിലാണ് ഈ ഗോളിയോറൻസിൽ തൊഴിലാളിയായിരുന്നോ നിങ്ങൾ? അല്ല, തൊഴിലാളിയല്ല, പക്ഷേ ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിന്റെ താൽക്കാലിക പോലെ ഓഫീസിലൊരു ജോലി. ഓക്കെ. ഇതിന്റെ ഒരു പ്രതാപകാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ ഒരു ജീവിത രീതി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗൾഫ് തന്നെ. മാവൂർ ഏത് ഏരിയന്നും ആൾക്കാർ വരല് മാവൂരേക്കാ. എന്തിനാ വരുന്നത്? പിരിവായിട്ട് ഒരു മോളെ കുട്ടീനെ കല്യാണം കഴിക്കണമെങ്കിലും ഒരു വീടുണ്ടാക്കണമെങ്കിൽ എത്തീങ്കാന അധികം എത്തീങ്കാനകളൊക്കെ പിരിവിനൊക്കെ മാവൂര വരുന്നു. അതായത് നല്ല സാമ്പത്തിക ഒരാള് കൊടുക്കുന്ന സംഭാവന 10 രൂപയെ 10 മതി. അന്ന് ചോറിനൊക്കെ എത്ര? 10 റുപ്യ സംഭാവന കൊടുക്കുന്ന സമയത്ത് ഒരു ചോറിനൊക്കെ ചോറിന് പറഞ്ഞാൽ 1 ഉറുപ്പ്യ വരുള്ളൂ. 1 ഉറുപ്പ്യാണ്. ഞാനൊക്കെ 15 പൈസക്ക് 2 പൊറാട്ടയും 1 ഉറുപ്പ്യ കഴിച്ചോനാ. ആ സമയത്താണ് 10 റുപ്യ സംഭാവന കൊടുക്കുന്നത്. ഇന്നത്തെ ഒരു 1000 റുപ്യന്റെ വില. അവർക്ക് 10, 300, 400 കിട്ടുമ്പോൾ 10 സംഭാവന. എല്ലാ പിരിവുകാരും ഉണ്ടാവും അവിടെ. വരിക്കും കമ്പനിയിൽ നിന്ന് ശമ്പളം വാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ക്യൂ ആയിട്ട് 2 സൈഡിലും ഉണ്ടാവും. ഗേറ്റിന് ശമ്പളം വാങ്ങി വരുന്നവരുണ്ട്. എല്ലാവരും കൊടുക്കുകയും ചെയ്യും. കാരണം ഇഷ്ടംപോലെ പൈസ പൈസ ഉണ്ട്. അതായത് വീട്ടിൽ ചെലവ് കഴിഞ്ഞാലും 150, 300 കിട്ടണമെങ്കിൽ 150 ബാക്കിയാവുകയും. ഈ 300 റുപ്യൊക്കെ ശമ്പളം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ സെന്റിന് എത്ര വില ഉണ്ടാവും? ഇവിടെയൊക്കെ ഇവിടെ വയലൊക്കെ അന്ന് എടുത്ത് 60 ഉറുപ്പ്യ സെന്റിന്. വെറും 60 ഉറുപ്പ്യ. അപ്പോൾ അത് പിന്നെ കമ്പനിക്ക് തന്നെ കൊടുത്ത ആൾക്കാരുണ്ട്. 250-ന് 300-ന്. കമ്പനി ആ സ്ഥലത്തിന് വില കെട്ടിയെടുത്ത്. കമ്പനി ഇവിടെ സ്ഥലം വാങ്ങിന എന്തായാലും 30 ഉറുപ്പ്യ കൊടുത്തിട്ടാണ്. 30-25 സ്ഥലം അന്ന് നേരിട്ട് വാങ്ങണോ എക്കോർ ചെയ്യാതെ. ഇനിയിപ്പോൾ ആ കമ്പനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യില്ല. അത് കാരണമൊക്കെ കഴിഞ്ഞു പോയി. ഈ തലമുറ കഴിയേണ്ടി വരും. കമ്പനി എന്തെങ്കിലും വരണമെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. വെള്ളക്ക് അല്ലേ? ഇപ്പോൾ ഇത്രയും ഒരു 100-400 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഈ സ്ഥലത്തൊക്കെ ഒരു 50 സെൻറ്റ് സ്ഥലമോ 25 സെൻറ്റ് സ്ഥലമൊക്കെ ആക്കി ഇതിനെ ഫ്ലോട്ടാക്കി തിരിച്ചിട്ട് ചെറിയ വ്യവസായങ്ങൾ വരികയാണെന്ന് വിചാരിക്കാം. അതായത് അച്ചാർ കമ്പനി, അതുപോലെയുള്ള ചെറിയ കമ്പനികൾ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ കമ്പനിയായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ കമ്പനി ഓരോ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നതിന് സർക്കാരിലേക്ക് ഇതായിരുന്നു. തൊഴിലാളിക്ക് തൊഴിലില്ലാത്തൊരു ഇപ്പോഴത്തെ IT യുഗാണല്ലോ. അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ വ്യക്തികൾക്ക്, ഇപ്പോൾ നിങ്ങളെ മോന് ഇവിടെ ഒരു അച്ചാർ കമ്പനി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 സെൻറ്റ് സ്ഥലം സർക്കാരിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തുടങ്ങാം. വേറൊരു വ്യക്തിക്ക് വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങാം. അതിന് സർക്കാരിന് 400 ഏക്കർ 300 ഏക്കർ സർക്കാർ ഗോളിയോറൻസിന് കൊടുത്തതാണ് അന്നത്തെ കാലത്ത്. അതിപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുക. സർക്കാരിന് തിരിച്ചു പിടിക്കണ്ടേ? അത് കഴിഞ്ഞില്ല. അതെന്താ സർക്കാർ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത? ഇത്രയും സൗകര്യങ്ങളും അത് ഇതിലും വലിയ വക്കീൽ അവിടുന്ന് വരുമോ? അവർക്കൊരു അഗ്രിമെൻറ്റ് അവർ തിരിച്ചു പിടിക്കാനുള്ള നടപടിക്രമം എടുക്കുമ്പോൾ ഇവർ ഒന്ന് നോക്കും. വ്യവസായം വരുന്നുണ്ടെന്ന് പറഞ്ഞത് ജനങ്ങൾ കണ്ണുപിടിയിടും. ഞങ്ങൾ പുതിയൊരു പദ്ധതി വരുന്നുണ്ട്. ഓരോ എലക്ഷൻ ആകുമ്പം പറയും പുതിയൊരു പദ്ധതി വരുന്നുണ്ട്. അത് കഴിയട്ടെ. കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകാമല്ലോ ഇന്നത്തെ കാലത്ത്. ആ കേസ് നടക്കുക. അല്ല, ഒരു നല്ല ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ ബെർലിനോണ്ട് കേന്ദ്ര മനക്കെട്ടിട്ടും കാര്യമില്ല. ഇപ്പോൾ അദാനിനെ പോലത്തെ ബെർല കേന്ദ്രത്തിൽ ഏറ്റവും പിടുത്തുള്ള. പിന്നെ പ്രക്ഷോഭം വേണം. ഈ 400 ഏക്കർ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ അതിൽ അവരെടുത്ത 500 ഏക്കർ വേറെയുണ്ട് കൈവിലക്ക് വാങ്ങിയത്. 1000-ഓളം ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ട്.
ഈ 1000 ഏക്കർ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ നിങ്ങളെ നാട്ടുകാരുടെ ഒക്കെ മനസ്സിൽ എന്താണ് ഒരു വികാരം ഉണ്ടാവുന്നത്? വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറൊന്ന് പോയി നോക്കിയാൽ ഇവിടെ പന്നി പാമ്പെന്ന് പറഞ്ഞ് കാട് കൂടി എടുക്കുക. അതായത് ഈ കമ്പനി വന്ന സ്ഥലത്ത് പൊളിച്ചു 2 വാർഡാണ് പോയത്. ഒരു പഞ്ചായത്തിൽ 2 വാർഡ്, അത്രയും താമസക്കാരുള്ള സ്ഥലം ഇനി ഇവിടെ 2 വാർഡ് ഇപ്പോൾ ഇല്ല. അതായത് 2 വാർഡ് ആൾക്കാർ 2 ജനങ്ങളില്ല, ഒക്കെ പൂട്ടി പിരിച്ചു വിട്ടതിനോട് പോയി. അതായത് ഈ കമ്പനി നിൽക്കുന്ന സ്ഥലത്ത് 2 വാർഡ് ഉണ്ടായിരുന്നു, 2 ജനവാസമുള്ള 2 വാർഡ്. ആ 2 വാർഡുകളും ഇപ്പൊ ഇല്ലാതായി, കാരണം ആ ജനങ്ങൾ മുഴുവനും പോയി. ആക്കനുസരിച്ചാണല്ലോ വാർഡ് ഉണ്ടാക്കുക. അതെ അതെ. അപ്പൊ 2 വാർഡുകൾ ഇല്ലാതായി. ഇല്ല 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 ഇല്ല. ഇനിയിപ്പോ നിങ്ങളെ ഒരു അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഏകദേശം എന്താണ് സംഭവിക്കുക? ഭാവി തലമുറക്ക് നല്ലൊരു ഫാക്ടറി, അതായത് ഈ മലിനീകരണ മുക്തമായിട്ടുള്ള ഇപ്പോൾ അതിനുള്ള ടെക്നോളജി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വ്യവസായം വന്നാൽ ഇനിയുള്ള ഗൾഫ് പോകണ്ട. മെയിൻ കറണ്ട്, ജലം, വെള്ളം, ഇത്ര സൗകര്യമുള്ള സ്ഥലം ഈ പരിസരത്തൊന്നുമില്ല. അതായത് കോളിഗ്രൻസിൽ 2 സൈഡിലും ചാലിയാർ ഒഴുകുക, വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും